എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വോളറ്റൈൽ ഓപ്പണിംഗ് ആണ്. ജമ്മു കാശ്മീരിലെ ടെററിസ്റ്റ് അറ്റാക്കിന് ബദലായിട്ട് ഇന്ത്യ 9 ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ ആക്രമിച്ചിട്ടുണ്ട്. മിസൈലുകളും അതുപോലെ തന്നെ റാഫേൽ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. അതിനുശേഷം ഗിഫ്റ്റ് സിറ്റിയിൽ നല്ല വോളാറ്റിലിറ്റി ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി റിക്കവറി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല വോളാറ്റിലിറ്റി കണ്ടേക്കാം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളും ഇന്നലെ വോളാറ്റൈലായിരുന്നു, സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ NSE വിക്സ് 19 ഉയർന്നിരുന്നു. മിനിഞ്ഞാന്ന് 18.34 ആയിരുന്നു. അപ്പോൾ ഈ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു വോളാറ്റിലിറ്റിനെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജപ്പാനും കൊറിയയും ഇന്നലെ ഹോളിഡേ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഈ രണ്ട് മാർക്കറ്റുകളും ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ചൈന, ഹോങ്കോങ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. US-ഉം ചൈനയും തമ്മിൽ താരിഫ് റിലേറ്റഡ് ഡിസ്കഷൻ ആരംഭിക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പർ, മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനയിൽ റെപ്പോ റേറ്റ് CRR കട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകളാണ് അതിർത്തിയിലത്തെ ഈ സംഘർഷം മാറ്റിവെച്ച് കഴിഞ്ഞാലുള്ള മേജർ ഇവൻറ്റ്. തീർച്ചയായിട്ടും Q4 റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള റിയാക്ഷൻ, നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ മുന്നേറിയൊരു കമോഡിറ്റി ആയിരുന്നു ഗോൾഡ്. $3,500 പെർ ഔൺസ് ഹിറ്റ് ചെയ്തതിനു ശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല മുന്നേറ്റമായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് ഗോൾഡിലുള്ളത്. ഇന്ന് മോർണിംഗിൽ $3,431.8 വരെ സ്പോട്ട് ഗോൾഡ് ഉയർന്നു. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന $3,377 പെർ ഔൺസിനാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് റിലേറ്റഡ് ഡിസ്കഷനിലൊരു തീരുമാനമാവും. താരിഫുകളൊക്കെ കുറയ്ക്കുക, അങ്ങനെ വരികയാണെങ്കിൽ സേഫ് ആൻഡ് അസറ്റ് എന്നുള്ള ഒരു പരിവേഷമുള്ള ഗോൾഡിൻ്റെ കുറച്ച് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്. പക്ഷേ ലോങ് ടൈം ട്രെൻഡ് ഇപ്പോഴും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ഗോൾഡിൻ്റെ ഒരു വോളാറ്റിലിറ്റി നമുക്ക് കാണാമെന്ന് മാത്രം. ഇനി നമ്മളെ സംബന്ധിച്ച് Q4 റിസൾട്ടുകൾ തന്നെയാണ് മേജറായിട്ടുള്ള ഇവൻറ്റുകൾ മുന്നിലുള്ളത്. അതിർത്തിയിലത്തെ ഇഷ്യൂ ഉണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ വലിയ രീതിയിൽ വല്ല റിയാക്ഷനൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു വോളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് ദിവസത്തേക്ക് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. വലിയ പോർട്ട്ഫോളിയോകളുള്ള ഇൻവെസ്റ്റേഴ്സ് അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് നിഫ്റ്റിയുടെ ഉപയോഗിച്ചുകൊണ്ട് മെയ് എൻഡിലത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പോർട്ട്ഫോളിയോ ഹെഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ ഇന്നലെയൊക്കെ വന്നിട്ടുള്ള Q4 റിസൾട്ടുകളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരാനുണ്ട്. ഹഡ്കോര റിസൾട്ടുണ്ട്, ഡാബറിൻ്റെ റിസൾട്ടുണ്ട്, MRFൻ്റെ റിസൾട്ടുണ്ട്, കോൾ ഇന്ത്യയുടെ റിസൾട്ടൊക്കെ. ഇതൊക്കെയാണ് മേജർ കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഒപ്പം ഇന്നലെ വന്നിട്ടുള്ള HPCL, BPCL ഈ കമ്പനികളുടെ റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും ബയേഴ്സ് ആണ്. $3,794.5 കോടി വർത്ത് സ്റ്റോക്കുകളാണ് വാങ്ങിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1,397.68 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുമുണ്ട് ഇന്നലെ. പ്രോമിനൻ്റ് ആയിട്ട് ഇന്നലെ വന്നിട്ടുള്ള 2 റിസൾട്ടുകൾ, ഒന്ന് BSEയുടെ റിസൾട്ടും അതുപോലെ തന്നെ NSEയുടെ റിസൾട്ടാണ്. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകൾ എക്സലൻറ്റ് റിസൾട്ടുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ JBM ഓട്ടോ എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻ്റൊക്കെ ഈ സ്റ്റോക്കുകളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. BSEയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫാബുലസ് പെർഫോമൻസ് ആണ്. ഇപ്പോഴത്തെ പ്രൈസ് ഏണിംഗ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ 64.3 ആണ് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. EPS കഴിഞ്ഞ ധനകാര്യ വർഷത്തെ ആനുവൽ EPS നോക്കുകയാണെങ്കിൽ 97.92 ആണ്. തീർച്ചയായിട്ടും BSEയുടെ Q4 പെർഫോമൻസ് വളരെ ഫാബുലസ് ആണ്. ബോണസ് സ്റ്റോക്കാണ് BSE. എക്സ് ബോണസും ഈ ഹൈ PE ലെവലിലേക്ക് ഈ സ്റ്റോക്ക് ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ് ബോണസ് പ്രൈസും ഒരു 3,000 രൂപയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. 3,000-3,100 വന്നേക്കാം. ഇപ്പോൾ കമ്പോണസ് ട്രേഡ് ചെയ്യുന്ന റേറ്റിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ബോണസിന് ശേഷം BSEയുടെ ഇക്വിറ്റി ക്യാപിറ്റലിൽ
81.24 ഉയരാൻ പോവുകയാണ്. ഇപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ 27.08 crore 2 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 337.94 BSEയുടെ ബുക്ക് വാല്യൂ വരുന്നത്. അപ്പോൾ Q4 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലൊരു പ്രൊജക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 1980 1970 റേഞ്ചിൽ അടുത്ത വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ BSE വീണ്ടും നല്ല രീതിയിൽ എക്സ്ബോണസിന് ശേഷം മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. 64 PE എക്സ്ബോണസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 3100-3200 റേഞ്ചിലേക്കൊക്കെ BSE ലോങ് റണ്ണിൽ ഉയരാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിലത്തെ വൊളാറ്റിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. മറ്റൊരു എക്സ്ചേഞ്ച് ഇന്നലെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള NSE ആണ്. NSEയുടെ ഓവറോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ NSEയുടെ പ്രൈസ് EPS നോക്കുകയാണെങ്കിൽ വളരെ ഫാബുലസ് ആണ്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ റിസൾട്ടായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ NSEയുടെ EPSും അറൗണ്ട് 49 ആണ്. NSE ഇപ്പോൾ BSEയുടെ ലെവലിലുള്ളൊരു പ്രൈസ് ഏണിംഗ് റേഷ്യോയിലേക്ക് NSE ലിസ്റ്റ് ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 3200-3400 ലെവലിലേക്കൊക്കെ സ്റ്റോക്ക് പ്രൈസ് ഉയർന്നേക്കാം. പക്ഷേ NSEയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ 247.5 കോടി രൂപയാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ വളരെ കൂടുതലാണ് NSEയുടെ. അതുപോലെ തന്നെ ഫേസ് വാല്യൂ 1. ഇപ്പം മാർക്കറ്റിൽ നടക്കുന്ന റേറ്റ്, ഗ്രേ മാർക്കറ്റിൽ നടക്കുന്ന റേറ്റ് 1620-1670 റേഞ്ചിലൊക്കെയാണ് ഗ്രേ മാർക്കറ്റിൽ. പല ട്രേഡുകളും സ്മോൾ ക്വാണ്ടിറ്റി ഒക്കെ 1700 മേലെയും നടക്കുന്നുണ്ട്. ലിസ്റ്റിങ്ങിൽ ഒരുപക്ഷെ 2200-2400 ലെവലിലൊക്കെ ഉയരാനുള്ള സാധ്യതകൾ നമ്മൾ ഈ റിസൾട്ടിൻ്റെ പ്രൊജക്ഷനിൽ കമ്പയറബിൾ PE വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ NSE ഗ്രേ മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിങ്ങിന് മുമ്പ് വാങ്ങി വയ്ക്കാവുന്നതാണ്. കാരണം രണ്ടും മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മാർക്കറ്റിലുണ്ടാകുന്ന എല്ലാ വൊളാറ്റിലിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ BSE വീണ്ടും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ധാരാളം പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് NSEയും പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, ടൈം ഡ്യൂറേഷനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കുകളും വാങ്ങാവുന്നതാണ്. NSE മാർക്കറ്റിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് സെല് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്തി അത് വാങ്ങിക്കൊടുക്കുന്നതാണ്. താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. അപ്പോൾ ടെററിസ്റ്റ് സ്ട്രൈക്കിനൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളൊക്കെ പാകിസ്ഥാനിലുണ്ടാവും. ഒരു റിയാക്ഷൻ വരികയാണെങ്കിൽ അതിനനുസരിച്ച് വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.